നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം. വിശദമായ ചോദ്യം ചെയ്യലിനായി പത്മകുമാറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ SIT അപേക്ഷ സമർപ്പിച്ചു. പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ പത്മകുമാർ പ്രാഥമിക ഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നു. ഇതിനൊപ്പം തന്ത്രിക്കെതിരെയും. ഈ സാഹചര്യത്തിൽ പത്മകുമാറിന്റെ ഇനിയുള്ള വെളിപ്പെടുത്തൽ നിർണായകമാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും SIT ചോദ്യം ചെയ്യും. അറസ്റ്റിനും സാധ്യതയുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ പത്മകുമാറിൽ നിന്ന് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള ഉന്നതരെക്കുറിച്ച് വിവരം ലഭിക്കുമെന്നാണ് SIT കരുതുന്നത്. പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തുടരന്വേഷണത്തിൽ നിർണായകമാകും. പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ SIT പിടിച്ചെടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെയും ഭൂമി വാങ്ങിയതടക്കമുള്ള കാര്യങ്ങളുടെയും രേഖകളാണ് അന്വേഷണ സംഘം ശേഖരിച്ചത്. ഇത് വിശദമായി പരിശോധിച്ചു വരികയാണ്. വിദേശയാത്രകളിലും വ്യക്തത വരുത്തും. അതേസമയം കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായിരുന്ന N വാസുവിനെ ഇന്നലെ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി. കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചപ്പോൾ വാസുവിനെതിരെ BJP പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി. വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിയ കോടതി റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് നീട്ടുകയും ചെയ്തു. 2019 എ പത്മകുമാർ പ്രസിഡന്റായിരുന്നപ്പോൾ പാഴുകൾ ഇളക്കി സ്വർണം പൂശിയതിൽ പങ്കില്ലെന്ന ന്യായീകരണമാണ് ഇതുവരെ പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. 2023 ഹൈക്കോടതി വിധി മറികടന്ന് സന്നിധാനത്തെ പാഴുകൾ ഇളക്കിയതാണ് പ്രശാന്തിനെ SIT ചോദ്യമുനയിൽ കൊടുക്കുന്നത്. ശബരിമലയിൽ എന്തു നിർമ്മാണത്തിന് മുൻപും ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷനുടെ അനുമതി വാങ്ങണം. 2019 സ്വർണം പൂശിയ ദ്വാരപാലക ശില്പപ്പാളികൾ 2025 സെപ്റ്റംബർ 7 ഓണപൂജകൾ തീർത്ത് രാത്രി നടയടച്ച ശേഷം ഇളക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി വശം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് വിട്ടത് സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെയാണ്. ഹൈക്കോടതി വിധിയെ പറ്റി അറിയില്ലായിരുന്നു എന്നാണ് ഇതിൽ പ്രശാന്ത് പ്രതികരിച്ചത്. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം സെക്രട്ടറി തുടങ്ങിയവർക്ക് ഹൈക്കോടതി വിധിയെ പറ്റി അറിയാമെന്നിരിക്കെ പ്രശാന്തിന്റെ നിലപാട് SIT മുഖവിലക്കെടുക്കാനിടയില്ല. പ്രശാന്തിനൊപ്പം ഈ ഉദ്യോഗസ്ഥരെയും SIT ചോദ്യം ചെയ്യും. പാഴുകൾ അതീവ രഹസ്യമായി കൊടുത്തുവിട്ടതിന്റെ കാരണം ഈ ഉദ്യോഗസ്ഥരും പ്രശാന്തും വിശദീകരിക്കേണ്ടി വരും. ഇതിൽ പിഴവുണ്ടായാൽ അറസ്റ്റും ചെയ്യും. പാഴുകൾ ചെന്നൈക്ക് കൊണ്ടുപോകരുതെന്നും ദേവന്റെ സാന്നിധ്യത്തിലേ നിർമ്മിക്കാവൂ എന്നും 2024 തിരുവാഭരണ കമ്മീഷണറായിരുന്ന അനിലയും 2025 കമ്മീഷണറായിരുന്ന K റജിലാലും ദേവസ്വം മാനുവൽ ചൂണ്ടിക്കാട്ടി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ റജിലാലിന്റെ നോട്ട് തിരുത്തിയാണ് പോറ്റി വശം പാഴുകൾ ചെന്നൈക്ക് കൊടുത്തുവിട്ടത്. 38 കിലോയുള്ള 14 ദ്വാരപാലക ശില്പപാളികളിലായി 2019 397 ഗ്രാം സ്വർണമാണ് പൂശിയിരുന്നതെന്നത് എങ്ങനെ മനസ്സിലാക്കിയെന്നതിനും പ്രശാന്ത് മറുപടി പറയേണ്ടി വരും. ഇത് സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികളല്ലാതെ മറ്റൊരു കണക്കും ദേവസ്വം ബോർഡ് പക്കലില്ല. ഇത്രയും സ്വർണം പൂശിയെങ്കിൽ എങ്ങനെ 4 വർഷം കൊണ്ട് ചെമ്പ് തെളിഞ്ഞെന്ന ചോദ്യവും പ്രധാനമാണ്. 40 വർഷം ഗ്യാരണ്ടിയുള്ള ക്ലിയർ കോട്ടടിച്ച ശില്പപാളികൾ ഇത്തരത്തിൽ നിറം മങ്ങണമെങ്കിൽ അതിൽ സ്വർണം പേരിനെ ഉണ്ടായിരുന്നുള്ളൂ എന്നത് വ്യക്തമാണ്. ഈ പാളികൾ ഇളക്കി മാറ്റി അടിയന്തരമായി വീണ്ടും സ്വർണം പൂശാൻ 2024 തന്നെ ശ്രമം തുടങ്ങിയിരുന്നു. 2019 സ്വർണം പൂശൽ തട്ടിപ്പും കവർച്ചയും ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് തെളിഞ്ഞതിലൂടെ പുറത്തു വരുമെന്ന് ഭയന്ന ഉന്നത ഭരണ നേതൃത്വം അത് മറയ്ക്കാൻ പ്രശാന്തിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് വ്യക്തമാണ്. ആര് നിർദ്ദേശിച്ചിട്ടാണ് പാളുകൾ തിരക്കിട്ട് ചെന്നൈക്ക് വിട്ടതെന്ന ചോദ്യത്തിനും പ്രശാന്ത് മറുപടി പറയേണ്ടി വരും.